ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ നിദ്ര ടോക്സ്. കാറ്റത്തെ കിളിക്കൊണ്ട് വിശേഷം നോക്കിയാലോ. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വളരെ വൈകാരികമായിട്ടുള്ള ഓരോ നിമിഷങ്ങളാണ് ഇപ്പോൾ കാറ്റത്തെ കിളിക്കൂട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നികേഷിൻ്റെ അമ്മ വേറെയാണെന്നുള്ള സത്യം നികേഷ് അറിഞ്ഞിട്ടുണ്ട്. എല്ലാം അറിഞ്ഞത് സ്വന്തം അച്ഛനിൽ നിന്ന് തന്നെയാണ്. വീണ്ടും വീണ്ടും അവനത് കേൾക്കാൻ വേണ്ടിയിട്ട് ഇതൊരു സത്യം തന്നെയാണോ അതോ ഒരു സ്വപ്നമായിട്ടാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് തന്നെ ഭാസ്കരനച്ഛനോട് നികേഷ് ചോദിക്കുന്നുണ്ട്, എന്താ പറഞ്ഞത്, നിങ്ങളിപ്പോൾ എന്താ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഭാസ്കരനച്ഛൻ പറയുന്നുണ്ട്, നീ എന്നോട് ചോദിച്ചില്ലേ നിന്റെ അമ്മ ആരാണെന്ന്, അത് തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിന്റെ അമ്മയാണ് നിന്നെ എടുത്തുകൊണ്ടിരിക്കുന്നത്, അവരെ അമ്മയാണ് അവരെ എടുത്തുകൊണ്ടിരിക്കുന്നത്. നിനക്ക് നിന്റെ അമ്മയുടെ ഫോട്ടോ കണ്ടപ്പോൾ കലിയാണെന്നല്ലേ പറഞ്ഞത്, ഇത് നിന്റെ അമ്മയാണ്, ഇപ്പോൾ നിനക്ക് കലി വരുന്നുണ്ടോ? ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഭാസ്കരനച്ഛൻ നമ്മുടെ നികേഷിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നികേഷ് ആണെങ്കിൽ ആകെ ഷോക്കിലും, അതുപോലെ തന്നെ ഇത്രയും കാലം സ്വന്തം ചേട്ടന്മാരാന്ന് വിചാരിച്ച ആൾക്കാർ സ്വന്തം ചേട്ടന്മാരല്ല എന്നറിയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു വൈകാരിക നിമിഷമൊക്കെ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത ഒരു സീൻ തന്നെയായിരുന്നു. വീണ്ടും സത്യങ്ങൾ ഓരോന്ന് ഭാസ്കരനച്ഛൻ എണ്ണി എണ്ണി പറയുമ്പോൾ നമ്മളെ നികേഷിൻ്റെ രൂപഭാവങ്ങളൊക്കെ മാറുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഇവർക്ക് ആർക്കും സഹിക്കാൻ പറ്റുന്നില്ല. സുധീഷ് ആണെങ്കിൽ ദേഷ്യം വന്നിട്ട്, അതുപോലെ തന്നെ അതേ സമയം തന്നെ സങ്കടവും, അവൻ്റെ എല്ലാ ഇമോഷൻസും പുറത്ത് വന്നപ്പോൾ അവൻ അച്ഛനെ പോയി അടിക്കാൻ വേണ്ടി ഓങ്ങുന്നുണ്ട്. പക്ഷെ അച്ഛനെ അടിക്കുന്നില്ല. അടിക്കാൻ മാത്രമുള്ള ദേഷ്യം സുധീഷിൻ്റെ അടുത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സുഭാഷ് ചേട്ടനാണെങ്കിൽ സുധീഷയെന്ന് വിളിച്ചിട്ട് പിടിച്ചു നിർത്തുന്നുണ്ട് കേട്ടോ. അടിക്കേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു നിർത്തുന്നുണ്ട്. ഇത്രയും കാലം നമ്മൾ മറച്ചു വെച്ചിരുന്ന ഒരു സത്യം ഇപ്പം നിങ്ങൾ എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചിട്ടാണ് സുധീഷ് ചൂടാവുന്നത്. ഇപ്പം നിങ്ങൾക്കിത് പറഞ്ഞുകൊണ്ട് എന്തുപകാരമാണ് ഉണ്ടായത്? ഇത്രയും കാലം ഇവിടെ നല്ല രീതിയിലല്ലേ പോയിക്കൊണ്ടിരുന്നത്, നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളല്ലേ അവന് പാത്രം കാണിച്ചു കൊടുക്കണം, ഫോട്ടോ കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളല്ലേ ഇതിന് ഒരുങ്ങിയത്, എന്നിട്ട് ഇപ്പോൾ പറഞ്ഞ എന്നോടാണോ നിങ്ങൾക്ക് ദേഷ്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അച്ഛൻ. അവർ പാത്രം നോക്കാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ ആ ഒരു പെട്ടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഫോട്ടോസൊക്കെ നികേഷ് കാണാനിടയായത്. അപ്പോൾ അതാണ് പ്രശ്നം എന്നാണ് ഭാസ്കരനച്ഛൻ പറയുന്നത്. പിന്നെ പോരാത്തതിന് അദ്ദേഹം ഇങ്ങനെയും പറയുന്നുണ്ട്, എന്നാണെങ്കിലും അവൻ ഈ സത്യം അറിയേണ്ടതാണ്. അപ്പോൾ അവന് അതിനുള്ള അവകാശമുണ്ട്, അത് മാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാനത് പറഞ്ഞത്, അല്ലാതെ എത്ര കാലം എന്ന് വെച്ചിട്ടാണ് മൂടി വെക്കുക, അപ്പോൾ കുറച്ച് നേരത്തെ അറിഞ്ഞു അത്രേ വിചാരിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവൻ എൻ്റെ ഷർട്ടിൻ്റെ കൊക്കിന് പിടിച്ച് ചോദിച്ചത് നിങ്ങളും കണ്ടതില്ലേ, അപ്പോൾ അതിനുള്ള ഉത്തരം ഞാൻ കൊടുക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും നികേഷിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. നികേഷിന് ഈ കാര്യം കേട്ടതോടുകൂടി സങ്കടം സഹിക്കാനാവാതെ കുറേ നേരം അവൻ ഫോട്ടോയിലേക്ക് നോക്കിയിരുന്നു. പിന്നെ ഫോട്ടോ ആ പെട്ടിയിലേക്ക് തന്നെ തിരിച്ചു വെക്കുകയാണ് ചെയ്തത്. ഇവരെല്ലാവരും സമാധാനിപ്പിക്കുന്നുണ്ട്. ഹരീഷ് ആണെങ്കിലും സുധീഷ് ആണെങ്കിലും സുഭാഷ് ചേട്ടനൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ട്. അച്ഛന് അങ്ങനെ പറയുന്നത് നീ കാര്യമാക്കേണ്ട, അച്ഛൻ അങ്ങനെയല്ല, അച്ഛൻ ഓരോന്നും പറയുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഭാസ്കരൻ അച്ഛനാണെങ്കിൽ സത്യമൊക്കെ വിളമ്പി കൊടുത്തിട്ട് നേരെ സ്ഥലം വിടുകയാണ് ചെയ്തത്. സൈക്കിൾ എടുത്തുകൊണ്ട് അയാൾ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ നികേഷിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. സുഭാഷ് ചേട്ടനാണെങ്കിൽ അവൻ്റെ അവസ്ഥ കണ്ടിട്ട് പറയുന്നുണ്ട്, അച്ഛൻ പറയുന്നത് അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ, നിൻ്റെ അമ്മയും ഞങ്ങളെ അമ്മയൊക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ, നീ വിഷമിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നികേഷിന് അത്ര കുഞ്ഞൊന്നുമില്ലല്ലോ, അവനിപ്പോൾ കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള പ്രായമായിട്ടുണ്ട്. അപ്പോൾ അവൻ പറയുന്നത്, ഇനിയും എന്തിനാ സുഭാഷ് ചേട്ടാ ഇങ്ങനെ ഒരു കള്ളം പറയുന്നത്, ഇത്രയും കാലം എന്നിൽ നിന്ന് എന്തിനാണ് ഇത്രയും വലിയൊരു സത്യം മറച്ചു വെച്ചത്, എനിക്കതാണ് അറിയേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവരാണെങ്കിലും ആദ്യമൊക്കെ അച്ഛൻ പറഞ്ഞത് കള്ളമാണ്, അമ്മ ഒന്ന് തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് കാര്യങ്ങളൊക്കെ ഇവർക്ക് മനസ്സിലായി ഇനി പറഞ്ഞിട്ട് കാര്യമില്ലാന്ന്. അപ്പോൾ ഇത്രയും കാലം നീ അറിഞ്ഞ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് നികേഷെ പറയാതിരുന്നത്, അതുകൊണ്ട് ഇപ്പം എന്ത് പ്രയോജനം ഉണ്ടായത്, നീ അറിഞ്ഞാലും ഇങ്ങനെയുള്ള സങ്കടമല്ല കാണേണ്ടത്, ആ സങ്കടം ഞങ്ങൾക്ക് കാണാൻ പറ്റാത്തത് കൊണ്ടാണ് നിന്നെ അറിയിക്കാഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവൻ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവസാനം ദേഷ്യം വന്നിട്ട് അവൻ പുറത്തേക്ക് പോവുകയാണ്. പുറത്ത് പോയത് മുറ്റത്തിരുന്ന് കുറേ കരയുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് ഹരീഷ് ആണെങ്കിലും സുധീഷ് ആണെങ്കിലും അതുപോലെ തന്നെ സുഭാഷ് ചേട്ടനൊക്കെ ചെന്നിട്ട് അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. കരയല്ലേ, നീ ഇങ്ങനെ ആലോചിച്ച് കരയല്ലേ, അങ്ങനെയൊന്നുമില്ല, എന്തായാലും നീ ഞങ്ങളെ സ്വന്തം അനിയൻ തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സുഭാഷ് ചേട്ടനോട് നികേഷ് ചോദിക്കുന്നുണ്ട്, സുഭാഷ് ചേട്ടാ അപ്പം ഞാൻ നിങ്ങളെ അനിയനല്ലല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ ഞങ്ങളെ അനിയൻ തന്നെയാണ് മോനെ, അമ്മ ഒന്നല്ലെങ്കിലും എന്താ നമ്മളെ അച്ഛൻ ഒന്നല്ലേ എന്നൊക്കെ സുധീഷും പറയുന്നുണ്ട് കേട്ടോ. ഇത്രയും വലിയ സത്യങ്ങൾ ഇവിടുന്ന് അറിഞ്ഞിട്ട് നിധിയാണെങ്കിലും ഭയങ്കരമായിട്ട് സങ്കടത്തിലാണ്. കാരണം അവൾക്കും അറിയില്ലായിരുന്നു, നികേഷിനെ പോലെ അവളും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റോറി കേൾക്കുന്നത്. സുധീഷാണെങ്കിലും ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഇതുവരെ നിധിയോട് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഈ വീട്ടിലെല്ലാവരുടെയും അവസ്ഥ കണ്ടിട്ട് നിധിക്കും ഇത് സഹിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ തന്നെയായിരുന്നു. സുധീഷാണെങ്കിലും ഹരീഷാണെങ്കിലും സുഭാഷ് ചേട്ടനാണെങ്കിലും നികേഷിനെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്നറിയില്ല. നീ ഇത് വിട്ടുകളാന്നൊക്കെ ഹരീഷ് പറയുമ്പോൾ നികേഷ് ചോദിക്കുന്നുണ്ട്, ഇത് വിട്ട് കളയാൻ പറ്റിയൊരു സംഭവമാണോ, ഇത് എങ്ങനെ ഞാൻ മറന്നു കളയും, ഇത്രയും വലിയ സത്യം എനിക്ക് മറക്കാൻ പറ്റുമോ, ഞാൻ നിങ്ങളെ അനിയനല്ലല്ലോ, ഇത്രയും കാലം നിങ്ങൾ എന്നെ പറഞ്ഞു പറ്റിച്ചതല്ലേ, അത് ഇതെന്നൊക്കെ പറഞ്ഞ് നികേഷ് ഒരുപാട് സങ്കടങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സുഭാഷ് ചേട്ടനാണെങ്കിൽ പറയുന്നുണ്ട്, നിന്റെ സങ്കടം കണ്ടുകൊണ്ടിരിക്കാൻ വയ്യടാ, അതുകൊണ്ട് തന്നെ
പറയാതിരുന്നത്? ആര് നമ്മളെ അമ്മയായാലും എന്താ, അപ്പം അവരൊന്നും ഇവിടെ ഇല്ലല്ലോ, എന്തായാലും നമ്മളൊക്കെ ഒന്ന് തന്നെയാണ്, നമ്മൾ എന്തായാലും സ്വന്തം അനിയന്മാരെ പോലെ തന്നെയാണ് കഴിയുന്നത്, ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. ഇതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ എന്ത് മാറ്റം ഉണ്ടായത് ഇത് അറിഞ്ഞത് കൊണ്ട്? അപ്പോൾ ഇത്രയും കാലം ഇത് അറിയാതെ ഇരുന്നത് തന്നെയല്ലേ നന്നായത്, അതുകൊണ്ട് തന്നെയാണ് നിന്നെ അറിയിക്കാഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. നികേഷാനും പറയുന്നുണ്ട്, ഏതോ ഒരു നാട്ടിൽ നിന്ന് ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ട് വന്ന് അവരല്ലേ എൻ്റെ അമ്മ, അവരുടെ വയറ്റിലല്ലേ ഞാൻ പിറന്നത്, നിങ്ങളെപ്പോലെ ഉണ്ടായ ഒരാളല്ലല്ലോ ഞാനെന്നൊക്കെ പറയുന്നുണ്ട്. നികേഷ് പിഴച്ചു പോയ ഒരു രീതിയിലാണ് സംസാരിക്കുന്നത് കേട്ടോ. ഭാഷേട്ടനാണെങ്കിൽ പറയുന്നുണ്ട്, ഏത് നേരത്താണോ ഈ പാത്രങ്ങളൊക്കെ എടുത്ത് നോക്കാൻ തോന്നിയതെന്ന് പറഞ്ഞിട്ട് ആ നേരത്തെ പഴിക്കുന്നുണ്ട്. ഹരീഷാണെങ്കിൽ ദേഷ്യം പിടിച്ച് ആ ഒരു പെട്ടി എടുത്ത് കൊണ്ട് പോകുന്നുണ്ട്. എന്തായാലും അവർക്കാർക്കും ഇനി അങ്ങോട്ട് എന്തായാലും ഈ ഒരു കാര്യം മനസ്സിൽ വെക്കാതെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം നികേഷ് ആണെങ്കിൽ ഇതൊരിക്കലും ഇനി മറക്കാനോ അവർ പറഞ്ഞതുപോലെ പഴയ പോലെ ആവാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രത്തോളം അവനെ ഇത് ചങ്കിൽ കൊണ്ടിട്ടുണ്ട് ഈ കാര്യം. കാരണം അവൻ അറിയാതെ ഇത്രയും കാലം ഇവർ മറച്ചു വെച്ചു. പിന്നെ പക്ഷെ അവരുടെ ജീവിതത്തിലാണെങ്കിലും ഇതിൻ്റെ പേരിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. സ്വന്തം അനിയനെ പോലെ തന്നെയാണ് അവനെ ഇത്രയും കാലം കണ്ടത്. ഇനി അങ്ങോട്ടും അവരങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ നികേഷിന് തിരിച്ചങ്ങനെ പെരുമാറാൻ കഴിയുമെന്നുള്ള കാര്യം സംശയമാണ്. കാരണം അവർ മൂന്നും ഒന്നും, ഇവൻ ഒറ്റയാളായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവനത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും ഇനി കിളിക്കൂട്ടിൽ ഒരുപാട് സങ്കടകരമായ നിമിഷങ്ങൾ ഉണ്ടാവുമെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഇത്രയും കാലം ഇത്രയും വലിയൊരു സത്യമാണ് മറച്ചു വെച്ചത്. സ്വന്തം അമ്മയാണ് ആരാണെന്ന് പോലും അറിയാതെയാണ് നികേഷ് ഇത്രയും കാലം നിന്നത്. അപ്പോൾ ഇനി എന്തായാലും ചിലപ്പോൾ അമ്മയെ കാണാനുള്ള ക്യൂരിയോസിറ്റിയും അതുപോലെ തന്നെ പഴയ കാര്യങ്ങൾ കുറച്ചും കൂടി അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഒക്കെ നികേഷിൻ്റെ അടുത്ത് ഉണ്ടായിരിക്കും. പക്ഷെ അതിനൊന്നും സുഭാഷ് ചേട്ടനാണെങ്കിലും സുധീഷ് ആണെങ്കിലും ഹരീഷ് ആണെങ്കിലും ഒന്നും താല്പര്യം കാണിക്കില്ല. ഈ ഒരു വിഷയം തന്നെ അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഇതിൻ്റെ പേരിൽ ഇനി അവർ തമ്മിൽ പിരിയുമോ ഒന്നും നമുക്കറിയില്ല. അപ്പം എന്തായാലും അങ്ങനെയൊന്നും ഇല്ലാതിരിക്കട്ടെ. കിളിക്കൂട്ടിലെ അടുത്ത വിശേഷവുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എന്നെ ഒന്ന് ഫോളോ ചെയ്യുക.